ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു മീൽ പ്ലാനിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഓരോ ഫാമിലിയിലെയും കൺവീനിയൻസ് അനുസരിച്ച് വേണം മീൽ പ്ലാനിങ് റെഡിയാക്കി എടുക്കാൻ. പൊതുവേ എല്ലാവരും മീൽ പ്രെപ്പ് ചെയ്യുന്നത് വീക്കെൻഡിലെ ഒരു ദിവസമാണ്. പക്ഷേ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. കാരണം 2 ദിവസമാണ് ആകെ കൂടെ കിട്ടുന്നുള്ളൊരു വീക്കെൻഡിൽ. അതിലൊരു ദിവസം മുഴുവൻ കുക്കിങ്ങിനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവില്ലേ? എൻ്റെ മീൽ പ്രെപ്പ് ഓരോ വീക്കിലും ഓരോ രീതിയിലായിരിക്കും. എനിക്ക് അപ്പോഴത്തെ ഒരു മൂഡും അപ്പോഴത്തെ ഒരു കൺവീനിയൻസ് അനുസരിച്ചായിരിക്കും ചെയ്യുക. പക്ഷേ എങ്ങനെ വന്നാലും ആഴ്ചയിൽ 2 ദിവസമായിട്ടാണ് എൻ്റെ മീൽ പ്രെപ്പ് ഞാൻ ഡിവൈഡ് ചെയ്തേക്കണേ. അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം കിച്ചണിൽ ചിലവഴിക്കേണ്ടിയും വരില്ല. നമുക്കധികം സ്ട്രെസ് ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റും. എല്ലാ തേഴ്സ്ഡേയ്സാണ് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യണത്. അന്ന് തന്നെയായിരിക്കും വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാനും കുക്ക് ചെയ്യാനും ഫിഷ് മീറ്റ് മാരിനേറ്റ് ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ ചെയ്യുന്ന ദിവസം. ആ ദിവസം ഞാൻ ദോശ ബാറ്ററും ചപ്പാത്തി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. പിന്നെ തേഴ്സ്ഡേയിലത്തെ പ്രെപ്പ് കഴിഞ്ഞ് അടുത്ത പ്രെപ്പ് വരുന്നത് സാറ്റർഡേ ആണ്. കാരണം സൺഡേ ആണല്ലോ വീക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന ടിഫിൻ്റെ പ്രെപ്പും സ്നാക്കിൻ്റെ പ്രെപ്പും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്നത്തെ അത്രയും പണിയില്ല കേട്ടോ അന്ന്. കാരണം സിമ്പിളായിട്ടുള്ള നമ്മൾ ദോശമാവ് അരച്ച് വയ്ക്കുക, അപ്പം മാവ് അരച്ച് വയ്ക്കുക, ചപ്പാത്തിക്ക് കുഴയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ സ്നാക്കിനുള്ള ചെറിയ ചെറിയ പ്രെപ്സ് മാത്രമാണ് അന്ന് ഉണ്ടാവുക. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു പാറ്റേൺ ഉണ്ട് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ഈ വരണ മൺഡേ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാ അമ്മമാർക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കേ. ഒരു ബെറ്റർ സ്കിൻ ഹെൽത്തിനും സ്കിന്നിന് നാച്ചുറലായിട്ടൊരു ഗ്ലോ കിട്ടാനും വീക്ക്ലി വൺസ് മട്ടൺ സൂപ്പ് കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനും എക്സലൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മട്ടനിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് പെരുംജീരകം, കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ചൂടുവെള്ളം, ഒരു പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്കായും കൂടി ചേർത്ത് ഒരു 10-11 പ്രാവശ്യം വിസിലടിച്ചെടുക്കുകയാണ്. അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ ചൂടുവെള്ളം വേണ്ടി വരുമായിരിക്കും. അത് ഒഴിച്ചെടുത്ത് വീണ്ടും ഒരു 10-11 പ്രാവശ്യം വിസിലടിച്ചെടുക്കാം. പ്രഷർ പോയതിന് ശേഷം നോക്കുക, ഇതിലത്തെ മീറ്റിന് അലിഞ്ഞ് വരണം. അപ്പോഴാണ് അതിലത്തെ കൊളാജൻ കണ്ടൻറ്റൊക്കെ പുറത്തോട്ട് വരുള്ളൂ. ഇത് നമ്മൾ ആദ്യം വേവിച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാൻ 2 കണ്ടെയ്നറിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ മട്ടൻ സൂപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ആറിയതിന് ശേഷം മൂടി വെച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഇത് ഞാൻ ഫ്രീസറിലോട്ടാണ് വെക്കുന്നത്. കാരണം ഞാൻ ഇന്ന് തന്നെ ഉപയോഗിക്കുന്നില്ലല്ലോ, 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. എൻ്റെ മീൽ പ്രെപ്പ് ഓരോ വീക്കിലും ഓരോ സ്റ്റൈലായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഞാൻ ജസ്റ്റ് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്ത് വെക്കുകയുള്ളൂ. ചിലപ്പോൾ ആ വെജീസ് എല്ലാം ചോപ്പ് ചെയ്തത് ഞാൻ വേവിച്ചിട്ട് വെക്കുക, എന്നിട്ട് വറവൽ പിന്നെ റെഡിയാക്കി എടുക്കും. ചിലപ്പോൾ വറവലിലുള്ള കാര്യങ്ങൾ മാത്രം പ്രിപ്പയർ ചെയ്ത് വയ്ക്കും, ചിലപ്പോൾ ഗ്രേവി മാത്രം പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. അങ്ങനെ ഓരോ വീക്കിലും ഓരോ രീതിയാണ്. ആദ്യം ഞാൻ കുറച്ച് അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പിലയും സവോളയും വെളുത്തുള്ളി ഇട്ട് വഴറ്റി ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനായിട്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് ഇടുന്നത്. അതും കൂടി ഇട്ടിട്ട് നമ്മൾ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള അച്ചിങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം. പിന്നെ ഞാൻ കുറച്ച് അമരയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇടുക, പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുക, പിന്നെ കഴുകി വെച്ച് അരിഞ്ഞിരിക്കുന്ന അമരക്കായും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതും മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഈ മട്ടർ പനീർ കുറച്ചുകൂടെ ഹെൽത്തി വേർഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് സവോള, തക്കാളി, ഒരു പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, കുറച്ച് പെരുംജീരകം, പിന്നെ ഒരു 4-5 ആൽമണ്ട്സും കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് സോട്ടേ ചെയ്ത് അത് ഓഫ് ചെയ്ത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവം അതിനെ അരച്ചെടുത്തിട്ടാണ് ഈ കാണുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഫ്രോസൺ പീസ് ഇടുന്നുണ്ട്. ശരിക്കും കുക്ക് ചെയ്തെടുത്ത ഫ്രഷ് ആയിട്ടുള്ള പീസ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഹെൽത്ത് വൈസ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണ് ഉള്ളത്, അപ്പോൾ അത് ഞാൻ ഇട്ടു. അപ്പോൾ ഇതിലോട്ട് പനീറും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിക്കണമെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അതനുസരിച്ച് അതും ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മട്ടർ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പിന്നെ ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട് 2 കറികളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ രണ്ടിനും ഒരേ വറവലുമാണ്. അപ്പോൾ ഭയങ്കര ഈസിയാണ് ചെയ്തെടുക്കാൻ. ആദ്യത്തേൽ ഞാൻ കുക്കറിലോട്ട് കുറച്ച് പരിപ്പും നമ്മുടെ റെഡ് ചീരയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, അതാണ് ഈ മഞ്ഞ കളറിലിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അതിലോട്ട് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കാം. അത് അത്രയേ ഉള്ളൂ. നമ്മൾ വറവൽ ഇതിലോട്ട് ലാസ്റ്റ് പുളിശ്ശേരിയും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇടുന്നത്. ഞാനിവിടെ വെള്ളരിക്ക പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഉപ്പ് ചേർക്കില്ല കേട്ടോ. ആദ്യമേ ഉപ്പ് ചേർക്കുവാണെങ്കിൽ ഇത് വെന്ത് കിട്ടാൻ കുറേ സമയമെടുക്കും. നേരത്തെ കാണിച്ച ചീരയും പരിപ്പ് കറി ഉണ്ടല്ലോ, അതിലോട്ട് തേങ്ങ അരച്ചപ്പോഴും പച്ചമുളകും കൂടെ ചേർത്തിട്ടായിരുന്നു എരിവിന് വേണ്ടി അരച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു വെള്ളരിക്ക കറിയിലോട്ടും അതുപോലെ തന്നെ തേങ്ങയും പച്ചമുളകും, പക്ഷേ ഇതിൽ കുറച്ച് ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പരുവം അരച്ചിട്ട് വേണം നമ്മളിതിലോട്ട് ചേർക്കാൻ. ആ ചേർത്ത് ഇതിൻ്റെ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം മാറണം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കട്ടത്തൈരും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ 2 കറിയിലോട്ടുള്ള വറവിൽ ഒരുമിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, വേണമെങ്കിൽ കുറച്ച് ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും ഈ 2 ഡിഷിലോട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ആഴ്ചയിലോട്ടുള്ള മട്ടൻ സൂപ്പും വേവിച്ച ചിക്കനും ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫിഷ് ആണെങ്കിൽ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിലും വെച്ചിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള അമരക്ക മെഴുക്കുവരട്ടിയും അച്ചങ്ങ മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയുള്ള ഒഴിച്ചുകറിയായിട്ടുള്ള ചീര പരിപ്പ് തേങ്ങ അരച്ച കറിയും വെള്ളരിക്ക പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനുള്ള മട്ടർ പനീറും പിന്നെ ഈ സെയിം ചീര പരിപ്പ് തേങ്ങ അരച്ച കറിയും ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ. നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് തേഴ്സ്ഡേ ചെയ്ത മീൽ പ്രെപ്പ്. ഇനി സാറ്റർഡേ ചെയ്യുന്ന മീൽ പ്രെപ്പിൻ്റെ വീഡിയോ ഞാൻ മൺഡേ കാണിക്കാം. അത് ഇത്ര സമയമൊന്നും എടുക്കില്ല. ആ ഒരു വീക്കിലോട്ട് സ്കൂളിലോട്ട് കൊടുത്തുവിടാൻ ടിഫിൻ ബോക്സ് ഐഡിയാസാണ് മെയിനായിട്ടും വരുന്നത്. അതുപോലെ തന്നെ സ്നാക്സും കാര്യങ്ങളും എങ്ങനെ പ്രെപ്പ് ചെയ്ത് വെക്കാം എന്നുള്ളതും ആയിരിക്കും. അത് വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പീസും കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ ആ വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച ആ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.